ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മീ. അപ്പോൾ ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റാണ് കളിക്കാൻ വന്നത്. മൈൻക്രാഫ്റ്റിൽ നമ്മൾ ഫൈനൽ ബോസ് ഫൈറ്റ് എൻഡർ ഡ്രാഗനാണ് നമ്മൾ ഇന്ന് കൊല്ലാൻ പോകുന്നത്. എൻഡർ ഡ്രാഗൻ നമുക്ക് കൊല്ലാൻ പറ്റുന്നത് നോക്കാം ഗായ്സ്. അപ്പോൾ എനിക്ക് പോകും. ഇനി ഞാൻ മിണ്ടത്തില്ല കേട്ടോ, ഇനി ഞാൻ മിണ്ടത്തില്ല. ഓക്കെ, നിൽക്കുന്നതാണ് നമ്മളുടെ എൻഡർ ഡ്രാഗൻ. നമുക്ക് കൊല്ലണം വരെ. ഓക്കെ, സ്റ്റെപ്പ് വെച്ചിട്ട് ഇവിടെ കയറി ഒന്നും തോന്നുന്നു ഗായ്സ്. എങ്ങനെയാ സ്റ്റെപ്പ് വയ്ക്കുന്നത്? പറഞ്ഞു വയ്ക്കാല്ലേ, പറഞ്ഞു പോകാരേ. ഇനി നിങ്ങൾ കണ്ട എൻ്റെ പ്രോ പ്ലെയർ കളികൾ. അയ്യോ, ഞാൻ ചൂടെടുത്തില്ലേ? ചൂടുണ്ടാക്കാമല്ലോ ഇവിടെ വെച്ച് തന്നെ. sword ഉണ്ടാക്കാം. sword netherite sword ഉണ്ടാക്കണം. എന്താണ് ശബ്ദം കേൾക്കുന്നത്? ഞാൻ കേൾക്കുന്നുണ്ടോ? എന്നാൽ ഞാൻ കേട്ടു. sword ഉണ്ടാക്കിയിരിക്കുന്നു. ഈ sword ഇവനെ മാറ്റിയിട്ട് വരാക്കാം. ഓക്കെ, എങ്ങനെ മാറ്റും? ഓക്കെ, നമ്മൾ സോഡ് എടുത്ത് മാറ്റിയിരിക്കുന്നു. അതിന് സോഡ് വെച്ച് ഇവനെ അടിച്ചുമില്ല. വാടാ. അതിന് മുമ്പ് ഇതിൻ്റെ മേളത്തെ സാധനങ്ങളെല്ലാം പൊട്ടിക്കണം. ഒരെണ്ണം പൊട്ടിച്ച് രണ്ടാമത്തെ പൊട്ടിക്കണം. ഇനി അടുത്ത പൊട്ടിക്കണം. അല്ലേ അവൻ്റെ ലൈഫ് കൂടിക്കൊണ്ടിരിക്കും കേട്ടോ, അതുകൊണ്ടാണ്. ആദ്യം പൊട്ടിച്ച് ഇനി അടുത്ത് ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അതാണ്ട് ഇത്രയും മേളിൽ നിന്നും പൊട്ടിക്കാൻ പറ്റില്ല. പൊട്ടിച്ചില്ല. ഇത്രയും കൂടെ ഉള്ളു. ഇച്ചിരി കൊണ്ട് അപ്പം ഞാൻ തീർത്ത് തരാം. നമ്മൾ ഡ്രാഗ നിനക്ക് ഞാൻ തീർത്ത് തരാടാ ഞാൻ. ഇത് പൊട്ടിക്കാനാണ് ഇച്ചിരി പാടി. അപ്പം പൊട്ടിച്ചേരാ. ഇങ്ങനെ പൊട്ടിക്കണോ? എങ്ങനെ പൊട്ടിക്കണോ ഇനി? ഞാൻ പൊട്ടിക്കാൻ പറ്റുന്നില്ലല്ലേ എടേ. ഇതെങ്ങനെ പൊട്ടിക്കണം? ഇരുപത് പൊട്ടിക്കാൻ. പൊട്ടിച്ചേ. ഓക്കെ, ഇതും ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേളിലോട്ട് വേണം. അവൻ്റെ ലൈഫ് എടുക്കുന്നുണ്ടോ അവൻ? അല്ല, പൊട്ടിച്ച് സ്റ്റക്കാണ്. ഇനി അടുത്ത പൊട്ടിക്കണം. പൊട്ടിക്കിപ്പോൾ പൊട്ടിച്ച് അടുത്ത അടിച്ച് ഇനി പൊട്ടിക്കണം. പൊട്ടിച്ച് ഇനി അടുത്ത പൊട്ടിക്കണമെങ്കിൽ ഇച്ചിരി അടുത്തോട്ട് വന്നു പോകും. അത് ഇത്ര അടുത്ത് വന്നാൽ പോരാ. പൊട്ടിച്ച് എല്ലാം പൊട്ടിച്ചെന്ന് തോന്നില്ലല്ലോ. മേളിലോട്ട് ഈ ഒരെണ്ണം കൂടെ പൊട്ടിച്ചാൽ നമ്മൾ മിക്കവാറും ജയിക്കും. ഇതും പൊട്ടിച്ചിരിക്കണ കാശ്. പിന്നെ ഇങ്ങനെ വന്നാൽ മതി. വാടാ, താഴെ ഇറങ്ങി വാടാ. ധൈര്യം ഉണ്ടേ വാടാ, താഴെ ഇറങ്ങി. ഇപ്പം ഞാൻ നിന്നെ കൊല്ലിപ്പം. വന്ന് രക്ഷോട്ട്. ഇനി ഞാൻ കാണിച്ചേടാ നിന്നെ കൊല്ലുന്ന. ഞാൻ കാണിച്ചോളൂ. കൊല്ലുന്ന ആട്ടം കൂടാ നിന്നെ ഞാൻ കാണിച്ചോടേ. പൊട്ടിച്ച് മേളിൽ കയറി അടിക്കാൻ നോക്കുകയാണ്. അവനെന്തി? അവൻ താഴോട്ട് കയറിയപ്പം അവനെ പൊട്ടിക്കാൻ താഴോട്ട് കയറിയപ്പം ഇപ്പം പൊട്ടി വരും. അപ്പം അവൻ വരും. വന്നു പൊട്ടിച്ച് അടിച്ച് അവൻ പോയോളും പറഞ്ഞു പോയി. ഞാൻ പൊട്ടിക്കൂടാ. ധൈര്യം ഇങ്ങോട്ട് വാടാ. അടിച്ചോടാ തന്നെ ഞാൻ. അടി. അവൻ പറന്നു പോന്നറിയവൻ.
ഒന്ന് പേടിച്ച് പോയല്ലേ. ഓ വന്നല്ലേ പെട്ടെന്ന്. ഓ നമ്മൾ പകുതി കുറച്ച് ഗൈസ്, പകുതി അല്ല ലൈഫ് കുറച്ച് വയ്ക്കുന്നു. ഇനി എങ്ങനെയെങ്കിലും പൊട്ടിക്കണം. ഇല്ല അവൻ വന്ന് പൊട്ടിക്കാൻ ഇച്ചിരി കഴിഞ്ഞൂടെ ഇച്ചിരി ലൈഫിൻ്റെ. അവൻ വീണ്ടും പറന്ന് പോകണടേ. എനിക്കൊന്നും വയ്യ പൊട്ടിക്കാൻ. അവൻ വീണ്ടും പറഞ്ഞു എന്തുവാടേ ഇവൻ. പൊട്ടിക്കാനും പറ്റുന്നില്ല ട്രിവനെ. ഇവിടെ ഇപ്പോൾ വരും. ജസ്റ്റ് മിസറേ. ഞാൻ വരുന്ന പൊട്ടിക്കട പെട്ടെന്ന് തീർക്കണമെന്നായിരുന്നു. ഇച്ചിരി താമസിക്കും. എൻ്റെ ഡ്രാഗൻ സ്വപ്നങ്ങളിൽ മാത്രം കിട്ടിയിട്ടുള്ള എൻ്റെ ഡ്രാഗൻ. ഇതാണോ പണിക്ക് പറഞ്ഞ എൻ്റെ ഡ്രാഗൻ? എൻ്റെ ലോകം കഴിഞ്ഞിരിക്കുന്നു. അവസാനം പടക്കം പൊട്ടിക്കിടക്കുന്നു എൻ്റെ ഡ്രാഗൻ. ഞാൻ എന്താ ഇത് കാണുന്നത്? ഓ നിൽക്ക ഒരു നിമിഷം. സർവൈവലാണ്. ഓ അതൊക്കെ എന്താടാ ഞാൻ കാണുന്നത്? ഓടാ. ഓ 70 ലെവലേ കൂടുതൽ കിട്ടി എനിക്ക്. 73. ഓ 73 ലെവല്. ഇനി ഒന്നുകൂടെ ഇങ്ങനെ ആക്കാം. ഓക്കെ അതാക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ മേളിലോട്ട് കയറിക്കോ. എനിക്ക് ഇത് വെച്ചിട്ട് താഴെ വീണ്. ഇതിൻ്റെ അടുത്ത് പഠിക്കാനുള്ള എനിക്കറിയാം. ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇവിടെ നിന്ന് താഴോട്ട് കുഴിക്കണം. ടോർച്ച് ഉണ്ടാക്കണമല്ലോ. ടോർച്ച് ഉണ്ടാക്കിയാലേ കളി കിടക്കത്തുള്ളൂ. ടോർച്ച് ഇവിടെ സ്റ്റക്കാതെ ടോർച്ച് ഉണ്ടാക്കണം. സൂത്രം കാണിച്ചു തരാം. ടോർച്ച് ഉണ്ടാക്കണം. ആദ്യമേ നമ്മൾ ടോർച്ച് ഉണ്ടാക്കിയാണ് ചെയ്യേണ്ടത്. ടോർച്ച് വന്ന് ഈ ടോർച്ച് മതി. ഈ ടോർച്ച് എന്തു തന്നെയാണ് ഇത് മാറ്റിക്കോളാം. എന്നിട്ട് ഇതെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് സൂത്രം കാണിച്ചു തരാം ഗൈസ്. കണ്ടോളൂ ഗൈസ്. ആദ്യമേ ഇതിൻ്റെ താഴോട്ട് കുഴിക്കണം. അയ്യോ തീർന്നോളാ. ടോർച്ച് വെക്കണമായിരുന്നു. ഓ അവിടെ പോയാ. രക്ഷോട്ട്. ഇനി ഇവിടെ കുഴിക്കണം. ഇനി അത് കുഴിച്ചിട്ട് പെട്ടെന്ന് നിൽക്കണമെന്ന് തോന്നുന്നു. ഇനി കുഴിക്കണം. ഇപ്പോൾ അവിടെ പോയി. അതായിരിക്കുന്നത്. ഇതെങ്ങനെയാ ചെയ്യുന്നത്? ഇത് പഠിച്ചായിരുന്നു. പുറത്ത് കുഴിക്കണമെന്ന് തോന്നുന്നു. നീ അങ്ങനെങ്കിലും ചെയ്യാം. ഷേ ഇപ്പം അവിടെ പോയത് അതായിരിക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചോളാം. വീണ്ടും ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മോനെ. എങ്ങനെ ഈ മുട്ട ഇവിടെ നിന്ന് എടുക്കും?
അങ്ങനെയും ഞാൻ അവിടെ നിന്ന് എഴുതിയിരിക്കും പോട്ടാ. അയ്യോ പറ്റുന്നില്ലേ, ഇതെവിടെ വയ്ക്കോടെ ചേട്ടാ? വീണ്ടും അവിടെ പോയി കിടക്കുന്നു. ഇതെങ്ങനെ കിട്ടുന്നില്ല? ഇനിയിപ്പോൾ ഞാൻ നെറ്റിൽ പോയി നോക്കേണ്ടി വരുമായിരിക്കും. എങ്ങനെയെങ്കിലും ഞാൻ എടുത്തിരിക്കും. പക്ഷെ എങ്ങനെയെങ്കിലും നിങ്ങളെ കാണിച്ചിട്ടല്ലെങ്കിലും എടുത്തിരിക്കും. പക്ഷെ എടുത്തോടാ, എടുത്തിരിക്കും മോനെ. ഇത് പൊട്ടിച്ചിട്ട് ഒറ്റയടിക്ക് ഇവിടെ നിൽക്കണം. ഓ പറ്റില്ല. ഒറ്റയടിക്ക് ഇവിടെ നിൽക്കണം. ചേ അയ്യോ ശരാ പറ്റില്ല. അവിടെ തന്നെ വന്നു. വളാ ഇന്ത്യയുടെ മുട്ടയെ അടുത്തെന്ന് തോന്നല്ലോ. അവസാനം നമ്മൾ മൈൻക്രാഫ്റ്റ് എൻഡ് ചെയ്ത് ഗായ്സ്. ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്ന മൈൻക്രാഫ്റ്റ് അവസാനം ഇവിടെ എൻഡ് ആയിരിക്കുന്നു. മൈൻക്രാഫ്റ്റാണ് എൻഡ് ചെയ്തിരിക്കുന്നത് ഗായ്സ്. അപ്പം മൈൻക്രാഫ്റ്റ് സീരീസ് ഇവിടെ തീർന്നിരിക്കുകയാണ്. നമ്മുടെ അടുത്ത സീരീസ് എന്ന് വെച്ചാൽ ഒരു ബേബി നെല്ലോ എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. ഞങ്ങൾക്കറിയാമെങ്കിൽ മനസ്സിലാവുമായിരിക്കും. ഭയങ്കര കിടിലൻ ഹൊറർ ഗെയിമാണിത്. നമ്മൾ കളിച്ച് ചേർത്തിരിക്കും. അത് ഓഫ്ലൈനിൽ ഞാൻ കളിച്ച് എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൂടെ ആയിരിക്കും നമ്മൾ അത് കളിച്ചെടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോളൂ. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. മൈൻക്രാഫ്റ്റ് ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്നിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. നാളെ തന്നെ ബൈ. കുറച്ച് നാൾ നമ്മൾ വീഡിയോ ഇടും. പിന്നെ ആയിരിക്കും കാണുന്നത്. ബൈ.